ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞത് വുളൂ മുറിയുന്ന രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ? മൂന്ന് കാര്യങ്ങൾ അല്ലേ? മൂന്നാ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞത്? വുളൂ മുറിയുന്ന കാര്യങ്ങൾ അതെ, ഒന്ന് വിസർജന ദ്വാരങ്ങളിൽ കൂടി മനിയ് അല്ലാത്ത വല്ലതും പുറപ്പെടുക. അപ്പം അത് ഇന്നലെ വിശദീകരിച്ച് പറഞ്ഞു. കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? സംശയങ്ങളൊന്നും അതിലില്ലല്ലോ. രണ്ടാമത് നമ്മൾ പറഞ്ഞെന്താ? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക അല്ലേ? ബോധം നഷ്ടപ്പെടുക, ഭ്രാന്ത് ഉണ്ടാവുക, ലഹരി ഉപയോഗിക്കുക, ഇങ്ങനെ ഉറക്കം, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളെ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക, ഓർമ്മ നഷ്ടപ്പെടുക. എന്നാലും വുളൂ മുറിയും. ഇനി മൂന്നാമത്തെ കാര്യമാണ് പറയുന്നത്, ശരിക്കും ശ്രദ്ധിച്ചോട്ടെ. മൂന്നാമത്തത് വുളൂ മുറിയുന്ന മൂന്നാമത്തെ കാര്യം, 4 കാര്യങ്ങളാണ് മൊത്തം ഉള്ളത്. അതിൽ മൂന്നാമത്തത് മുൻ കയ്യിൻ്റെ ഉൾഭാഗം കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടൽ. മനുഷ്യ ശരീരത്തിൽ നിന്ന് വേർപെട്ടതായാലും ശരി. ശ്രദ്ധിച്ചത് മുൻ കയ്യിൻ്റെ ഉൾഭാഗം കൊണ്ട്. ഒന്ന് വായിച്ചാൽ എങ്ങനെ? മുൻ കയ്യിൻ്റെ ഉൾഭാഗം കൊണ്ട്. ഏതാ മുൻ കയ്യിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്? ഇത് അല്ലേ? ഇങ്ങനല്ലേ? ഇതല്ലേ നമ്മളിങ്ങനെ പിടിക്കുമ്പോഴില്ല ഈ വെള്ള ഭാഗം, ഈ വെള്ള ഭാഗം, വെളുത്ത ഭാഗം, അതാണ് മുൻ കയ്യിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ആ ഉൾഭാഗം കൊണ്ട് എവിടെ തൊട്ടാലാ വുളൂ മുറിയ? മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം. മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ മുൻദ്വാരവും പിൻദ്വാരവും. അതാണ് ഗുഹ്യസ്ഥാനം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ മുൻദ്വാരമോ പിൻദ്വാരമോ തൊടുക. മുൻദ്വാരമോ പിൻദ്വാരമോ തൊടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുഭാഗത്ത് തൊട്ടാൽ വുളൂ മുറിയുകയില്ല. അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള എവിടെ തൊട്ടാലും വുളൂ മുറിയുകയില്ല. ആ സ്ഥലത്ത് തന്നെ മുൻദ്വാരം, ആ ദ്വാരത്തിൻ്റെ അടുത്ത് തന്നെ അവിടെ തന്നെ തൊടണം, എന്നാലേ വുളൂ മുറിയൂ. അതും ഈ കൈ വിരൽ കൊണ്ടോ ഈ വെള്ള ഭാഗം കൊണ്ട് തന്നെ തൊടണം, എന്നാലേ വുളൂ മുറിയൂ. അത് മനുഷ്യൻ്റെ തന്നെ ആയിരിക്കണം. മൃഗത്തിൻ്റെ തൊട്ടാൽ വുളൂ മുറിയൂല. വേറെ ഏത് ജീവിൻ്റെ ഗുഹ്യസ്ഥാനം തൊട്ടാലും വുളൂ മുറിയൂല. പശുവിൻ്റെ തൊട്ടാൽ വുളൂ മുറിയില്ല, ആടിൻ്റെ തൊട്ടാൽ വുളൂ മുറിയില്ല. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ആട് കാഷ്ടിക്കുന്ന സ്ഥലം ഒരാൾ കൈകൊണ്ട് വുളൂ കൊടുത്ത് പോയിട്ട് ഒരാൾ കൈകൊണ്ട് തൊട്ട് എന്തെങ്കിലും ആവശ്യത്തിന്, ചിലപ്പോൾ ആട്ടിനെ പോറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം തൊട്ടാൽ അയാളുടെ വുളൂ എന്താവില്ല? മുറിയൂല. മനുഷ്യൻ്റെ തൊടണം. അത് മനുഷ്യൻ്റെത് ചെറിയ കുട്ടിയാണെങ്കിലും ശരി, വലിയ ആളാണെങ്കിലും ശരി, അത് ഗുഹ്യസ്ഥാനം തന്നെ തൊടണം. പുരുഷൻ്റെതാണെങ്കിൽ ആ മൂത്രമൊഴിക്കുന്ന സ്ഥലം അവിടെ തൊടണം. അതുപോലെ തന്നെ അതിൻ്റെ താഴ്ഭാഗത്തുള്ള വൃഷ്ണം, അത് തൊട്ടാൽ വുളൂ മുറിയില്ല. അതുപോലെ കാൽ രണ്ടിൻ്റെ ഇടയിലുള്ള സ്ഥലം തൊട്ടാൽ വുളൂ മുറിയൂല. അതുപോലെ തന്നെ നാഭി, അതിൻ്റെ മേൽഭാഗത്തുള്ള സ്ഥലം തൊട്ടാൽ വുളൂ മുറിയൂല. അവിടെ തൊട്ടാലൊന്നും വുളൂ മുറിയാം. ചിലപ്പോൾ വുളൂ കൊടുത്തതിന് ശേഷം അവിടെയൊക്കെ ചിലപ്പോൾ ചൊറിയേണ്ടി വന്നാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന്, മനുഷ്യനല്ലേ നമ്മൾ, എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ ടച്ച് ചെയ്യേണ്ടി വന്നാൽ വുളൂ മുറിയുകയില്ല. പക്ഷെ അങ്ങനെ തൊട്ടാൽ എന്തുണ്ട്? വുളൂ എടുക്കൽ സുന്നത്തുണ്ട്, നിർബന്ധമൊന്നുമില്ല. പ്രയാസമുള്ള ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ ആ വുളൂ എടുക്കണം എന്ന് വെച്ച് വാശി പിടിക്കേണ്ടതർത്ഥം. സുന്നത്തുണ്ടെന്ന് മാത്രം. മനസ്സിലായില്ലേ? ഉറങ്ങുന്നില്ലല്ലോ. അപ്പോൾ അതാണ് മുൻ കയ്യിൻ്റെ ഉൾഭാഗം കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക. അത് ചെറിയ കുട്ടികളതാണെങ്കിലും ശരി, ചെറിയ കുഞ്ഞു മക്കളതാണെങ്കിലും ശരി, അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ നിന്ന് വേർപെട്ടതാണെങ്കിലും ശരി. ഒരു കുഞ്ഞിനെ മൂത്രയിക്കുന്ന സാധനം, ആരെങ്കിലും ഒരാൾ മൂത്രയിക്കുന്ന സാധനം മുറിച്ചിട്ട് ചാടിയിട്ടുണ്ട്, എന്നാൽ അത് പോയിട്ട് ഒരാൾ ഒതുകൊടുത്തിട്ട് ഒരാളെടുത്താൽ വുളൂ മുറിയും. അതാണ് വേർപെട്ട് പോയാലും ശരി. അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഗുഹ്യ രോമങ്ങൾ, വൃഷ്ണം, കാൽ വെള്ളയുടെ മുരട്. കാൽ വെള്ളയുടെ മുരട് എന്ന് പറഞ്ഞാൽ ആ പിന്നെ നമ്മൾ തുടരെടുക്കില്ലേ, ആ ഇടുക്ക്, അവിടെയൊന്നും തൊട്ടാൽ വുളൂ മുറിയില്ല. വൃഷ്ണം തൊട്ടാൽ വുളൂ മുറിയില്ല. അതിന് ചുറ്റുപാടുള്ള രോമങ്ങൾ തൊട്ടാൽ വുളൂ മുറിയില്ല. അവിടെയൊന്നും തൊട്ടാൽ വുളൂ മുറിയുകയില്ല. എങ്കിലും വുളൂ സുന്നത്താണ്. അതുപോലെ തന്നെ ജൂതൻ, കുഷ്ഠരോഗി, പാണ്ഡുരോഗി എന്നിവരെ തൊട്ടാലും ചീത്ത പറയുക, ദേഷ്യപ്പെടുക, വലിയവരായ പിന്നെ ദേഷ്യപ്പെടുക എന്നിവ ചെയ്താലും വുളൂ സുന്നത്താണ്. ഇങ്ങനെ ലാസ്റ്റ് പറഞ്ഞു ഒന്നും കൂടി ചീത്ത പറയാം. വുളൂ എടുത്തതിന് ശേഷം ശ്രദ്ധിക്കില്ലേ? വുളു എടുത്തതിന് ശേഷം ആരെങ്കിലും ഒരാളെ ചീത്ത പറഞ്ഞാൽ എന്താണ്?
വുളു എടുക്കൽ സുന്നത്താണ് പിന്നെ നിസ്കരിക്കണമെങ്കിൽ. ചീത്ത പറഞ്ഞാൽ ബാഹ്യം കൊണ്ടല്ലേ ചീത്ത പറഞ്ഞു. എന്നാലും അതുപോലെ തന്നെ ദേഷ്യം പിടിക്കാം. ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുതരം ഭ്രാന്തല്ലേ. നമ്മൾ സാധാരണ ഒരാള്, ശ്രദ്ധിക്കണേ, നമ്മൾ സാധാരണ എന്നെ ഒരാൾ ഇങ്ങനെ അടങ്ങാറായിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ നുള്ളുന്നു, നീ ഒന്ന് അനങ്ങാണ്ടെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഞാൻ ഓതി കൊടുക്കൊണ്ട് ഒരാൾ ഇങ്ങത്തോ, നീ ഒന്ന് അനങ്ങാണ്ടിരിക്കാൻ, ഞാൻ ഈ കളിക്കലും തോണ്ടിക്കൊണ്ടിരിക്കുന്നു അല്ലേ. മൂന്നാമത് ഭ്രാന്ത് പിടിക്കുന്നത് ഇവളെന്നാന്ന് പറയില്ലേ. എന്താ ഈ ഭ്രാന്ത് പിടിക്കുന്നു പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്നു. അപ്പം ദേഷ്യം പിടിക്കുക എന്നത് എന്താണ്? ഒരു തരം ഭ്രാന്താണ്. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ്. ചില ആളല്ലേ എനിക്ക് ദേഷ്യം പിടിച്ചാൽ കണ്ണ് കാണൂല, ഞാൻ ദേഷ്യം പിടിക്കുന്ന ആളാന്ന് എന്ന് പറഞ്ഞാൽ അതിന് മാനസിക രോഗം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അതിന് മാനസിക രോഗമുണ്ട്. അതിനെന്നാ ചികിത്സ? എന്നാ ചികിത്സ? വേഗം കുതിരവട്ടത്താരം കൊണ്ട് പോകണം, ചങ്ങലൊക്കെ ഇടണം. അതുകൊണ്ടല്ലേ ദേഷ്യം പിടിച്ചിട്ട് മറ്റാളെ അടിക്കുന്നത്. ദേഷ്യം പിടിക്കുമ്പോൾ കൈവൊന്നും ആളുണ്ട്, ദേഷ്യം പിടിക്കുമ്പോൾ അടിക്കാൻ കുത്താൻ അല്ലേ. ഒരു മനുഷ്യൻ്റെ സ്വഭാവം നന്നാവുന്നത് എപ്പോഴാണെന്നറിയോ? വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ്. നമുക്ക് ഇല്ലാതെ പോയതും അതാണ്. നമുക്ക് വിട്ടുവീഴ്ചയാണ് ഉണ്ടാവേണ്ടത്. അഫാഫ്, വിട്ടുവീഴ്ച. ഒരാൾ അറിയാതെ ചവിട്ടിപ്പോയാൽ, അല്ലെങ്കിൽ ഒരാൾ അറിയാതെ അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് മുട്ടിപ്പോയാൽ പകരം അയാളൊരു കുത്തു കൊടുക്കുക. അങ്ങനെ ചെയ്യേണ്ടത്. അത് ക്ഷമിക്കണം, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. ദേഷ്യം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു, ശ്രദ്ധിക്കണേ, കോപം എന്ന് പറയുന്നത് മനുഷ്യ സ്വഭാവങ്ങളിൽ വെച്ച് ഏറ്റവും ചീത്തയായ സ്വഭാവമാകുന്നു. ദേഷ്യം പിടിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഒരാൾ നരകത്തിന്റെ ഏറ്റവും വക്കിലാണ് അയാൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യം പിടിച്ചാൽ അയാൾ നരകത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. കാരണം എന്തുകൊണ്ട്? കോപമാണ് എല്ലാ അപകടവും വിളിച്ചു വരുത്തുക. ശ്രദ്ധിക്കും, ഇങ്ങോട്ട് ആരും വർത്താൻ പറയണ്ട. കോപമാണ് എല്ലാ അപകടങ്ങളും ഉണ്ടാക്കുക. ദേഷ്യം പിടിക്കുമ്പോഴാണ് നമ്മൾ ഉമ്മാനോട് നമ്മൾ കയർത്ത് സംസാരിക്കാം. ദേഷ്യം പിടിക്കുമ്പോഴാണ് പഠിപ്പിക്കുന്ന അധ്യാപകരോട് കയർത്ത് സംസാരിക്കാം. ഗുരുതരമായ തെറ്റല്ലേ? നരകത്തിൽ പോകാൻ കാരണമാകുന്ന തെറ്റുകൾ ദേഷ്യം പിടിക്കുന്ന സമയത്താണ് നമ്മളൊക്കെ ചെയ്തു പോവുക. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. ഒരാളുടെ നാവ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഒരാളുടെ മനസ്സിന് മുറിവുണ്ടാക്കിയിട്ട് പിന്നെ പൊരുത്തപ്പെടണേന്ന് 1000 വട്ടം പറഞ്ഞിട്ട് കാര്യമില്ല. ആ മുറിവ് ഉണങ്ങുകയേ ചെയ്യില്ല. ചിലപ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു മസ്ലഹത്തിന് വേണ്ടിയോ സാരില്ല ഞാൻ പൊരുത്തപ്പെട്ട് എന്ന് പറഞ്ഞേക്കാം. പക്ഷേ എപ്പോഴും കൽബിൽ ആ നീറ്റലുണ്ടാവും. എന്നാൽ ഓൾ അങ്ങനെ പറഞ്ഞില്ലേ, എന്നാൽ ഓൾ അങ്ങനെ ചെയ്തില്ലേ. പ്രത്യേകിച്ച് ഗുരുനാഥന്മാർ, മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഒരു വാക്ക് നാവിൽ നിന്ന് വീണ് പോകാൻ എളുപ്പമാണ്, വീണാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. അത് കൊള്ളേണ്ടടുത്ത് കൊള്ളുക തന്നെ ചെയ്യും. കയ്യിൽ നിന്ന് വിട്ട അമ്പും അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വിട്ട കല്ലും നാവിൽ നിന്ന് വന്ന വാക്കും ലക്ഷ്യത്തിൽ കൊള്ളുക തന്നെ ചെയ്യും. അത് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. ഒരാൾ കല്ലുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എറിയണ്ടെന്ന് ചോദിച്ചാൽ കല്ല് പിടിക്കാൻ കഴിയാ, പിന്നെ ആടെ പോയി കൊള്ളുക തന്നെ ചെയ്യും. ആ കൊണ്ടാക്കി വേദന എടുക്കുകയും ചെയ്യും. എന്നതുപോലെ തന്നെയാണ് ദേഷ്യം എന്ന് പറയുന്നത്. ദേഷ്യം ഒരു മനുഷ്യന് നല്ലതേ അല്ല. ദേഷ്യമാണ് ഏറ്റവും മനുഷ്യന്റെ ചീത്ത സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവം. ഒലബുണ്ടാവുക എന്നുള്ളത്. തൊട്ടേനും തൊടുന്നതിനും ദേഷ്യം പിടിക്കാം. പെട്ടെന്ന് മൂക്കുമ്മൽ ദേഷ്യം, എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ദേഷ്യം പിടിക്കാം. എൻ്റെ അറള, മറ്റൊരാളെ ചീത്ത വിളിക്കുക, മറ്റൊരാളെ കഴുത്ത് പിടിച്ച് ഞെക്കാൻ പോവാ, മറ്റൊരാളെ കൊല്ലാൻ പോവാ, അടിക്കാൻ പോവാ. മൃഗാന്ന് നമ്മള്, അത് മൃഗത്തിന്റെ സ്വഭാവമാണ്, മനുഷ്യന്റെ സ്വഭാവമല്ല. അത് മൃഗത്തിന്റെ സ്വഭാവമാണ്, ചീത്തയായ ശൈത്വാന്റെ സ്വഭാവം. ഒരാൾ എത്ര വലിയതായാലും മാതാപിതാക്കളെക്കാൾ വലുതാവോ? ആരാ കളിക്കുന്നുണ്ടാ? വേറെ പണിയെടുക്കാണ്ട് ഞാൻ ശ്രദ്ധിച്ചാൽ മതി. ഒരാൾ എത്ര വലിയ ആളാണെങ്കിലും അയാൾ മാതാപിതാക്കളെക്കാൾ വലിയ ആളാവോ? ഒരാൾ എത്ര വലിയ ആളായാലും തന്നെ പഠിപ്പിച്ച ഗുരുനാഥനേക്കാൾ വലിയ ആളാവോ? ആവൂല. അവരുടെ കീഴിൽ തന്നെയാണ് എപ്പോഴും. അവരെത്ര വലിയ ആലിമാണെങ്കിലും. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് വഖീഅ റളിയല്ലാഹു അൻഹു തങ്ങൾ. വഖീഅ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിച്ച് വഖീഅ റളിയല്ലാഹു അൻഹുവിനേക്കാൾ വലിയ ആലിമായി, അതിനേക്കാൾ വലിയ ആലിമായി. എന്നിട്ടും വഖീഅ റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം
അദ്ദേഹത്തിൻ്റെ ഖബറിനരികിൽ പോയാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വളരെ ദൂരത്ത് നിൽക്കുമായിരുന്നു, പേടിച്ചിട്ട്. ഖബറിനരികിൽ മരിച്ചാൾ എണീച്ച് വന്നൊന്നും ചെയ്യുകയും ചെയ്യില്ല. ആ ആദരവ്, ആ അദബ്. എന്നാൽ അതിനേക്കാൾ വലിയ ആലിമായിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ തൻ്റെ ഗുരുനാഥനേക്കാൾ വലുതാവില്ല ഒരാളും. എത്ര വലിയ ആളാണെങ്കിലും ഉസ്താദുമാരോട്, പഠിപ്പിക്കുന്ന അധ്യാപകരോട് കയർത്ത് സംസാരിക്കാൻ അയാൾക്ക് അവകാശമില്ല. അത് ഏറ്റവും പൊറുക്കപ്പെടാത്ത ഗുരുതരമായ തെറ്റാണ്. അതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയല്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചില പണ്ഡിതന്മാർ പറഞ്ഞത്, മാതാപിതാക്കളോടൊരാൾ കയർത്ത് സംസാരിച്ചാലോ അല്ലെങ്കിൽ അവരോടുള്ള പൊരുത്തക്കേടോ, അവരോട് ദുനിയാവെന്ന് പൊരുത്തപ്പെടിപ്പിച്ചാലെങ്കിലും ചിലപ്പോൾ പൊരുത്തപ്പെട്ട് തരും, അല്ലെങ്കിൽ അത് പൊരുത്തം കിട്ടും, അതെങ്കിൽ അത് അള്ളാഹു പുറത്തു തരും. എന്നാൽ ഗുരുനാഥന്മാരോടുള്ള പൊരുത്തപ്പെടിപ്പിച്ചാൽ പോലും അത് അള്ളാഹു എനിക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക ചെയ്യും. അത് കൊടുക്കുക ചെയ്യും. അതെത്ര വലിയ ആളാണ്, ഞാൻ കോജയാന്നൊന്നും പറഞ്ഞ കാര്യമില്ല. ഇബ്ലീസ് എത്ര വലിയ ആളേനും, ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസ് എത്ര വലിയ ആലിമേനും. ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത ഒരു ഇടം പോലും ഇല്ല എന്നാണ്. അത്രയേറെ ഇബാദത്ത് ചെയ്ത ആള്, അത്രയേറെ ആലമുൽ മലക്കൂത്തിൽ ജിന്ന് വർഗങ്ങളിൽപ്പെട്ട ആളാണ് ഇബ്ലീസ്. എന്നിട്ട് ഓൻ എത്തിയതോ ആലമുൽ മലക്കൂത്തിൽ, മലക്കുകളുടെ ലോകത്ത്. അത്രയും ഉന്നത പദവിയുള്ള ആള്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു അനുവാദം കൊടുത്ത ആള്. അങ്ങനത്തെ മനുഷ്യൻ തന്നെ ഇൽമു പഠിപ്പിച്ച ആദം നബി അലൈഹിസ്സലാം എന്ന ഗുരുനാഥന്റെ മുമ്പിൽ ഒന്ന് തലകുനിക്കാത്തതിന്റെ പേരിൽ അള്ളാഹു പുറത്താക്കി കളഞ്ഞു. അത് എപ്പോഴും അങ്ങനെയാണ്. ഗുരുനാഥന്മാരെ നിന്ദിച്ച ഒരാളെ പിന്നെ അവിടെ നിർത്താൻ പറ്റില്ല, അവരെ പുറത്താക്കി തന്നെ വേണം. അതാണ് അവർക്കുള്ള ശിക്ഷ. അത് അള്ളാഹു അങ്ങനെയാണ് ശിക്ഷ നടപ്പിലാക്കിയത്. പിന്നെ നമ്മളങ്ങനെയല്ലേ ചെയ്യുന്നത്. അള്ളാഹു ശിക്ഷ നടപ്പിലാക്കിയത് അങ്ങനെയാണ്. കാരണം ഒരു ഭൂമിയിൽ വെച്ച് ഒരാൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നിന്ദ്യത എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അപരാധം എന്ന് പറയുന്നത്, തനിക്ക് ഇൽമിന്റെ 100 പഠിപ്പിച്ചു തന്ന ഒരു അധ്യാപകനെതിരെ നാവ് കൊണ്ടോ നോട്ടം കൊണ്ടോ കൈ കൊണ്ടോ അയാൾ എന്തെങ്കിലും അദബുകേട് പ്രവർത്തിക്കുക എന്നതാണ്. പറ്റുകയില്ല. കാരണം ലോകത്ത് അള്ളാഹു ആദ്യമായി പഠിപ്പിച്ച പാഠം അതാണ്. ലോകത്തിന്, മനുഷ്യവർഗത്തിന് അള്ളാഹു ആദ്യമായി പഠിപ്പിച്ച പാഠം അതാണ്. ആദം നബി അലൈഹി സ്വലാമിനോട് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നു. ആദം നബി അലൈഹി സ്വലാം അവർക്ക് ആ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവരെ ബോധ്യപ്പെടുത്തുന്നു, മലക്കുകളെ. ഇബ്ലീസ് ഉണ്ടാക്കൂട്ടത്തിൽ മലക്കുകളെ ബോധ്യപ്പെടുത്തുന്നു. അവരുടെ മേൽ അവരുടെ മേൽ അല്ലാഹു തആല ആ ഇൽമിനെ വെളിവാക്കുന്നു. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, ഇത് നിങ്ങൾക്ക് അറിയോന്ന്? അവർ പറയുന്നു, ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. നീ ഞങ്ങൾക്ക് തന്ന ഇൽമല്ലാണ്ട് ഞങ്ങൾക്ക് വേറൊന്നുമില്ല, ഞങ്ങൾക്ക് അതറിയില്ല. അപ്പോൾ ഖാല യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം. ആദം നബിയോട് അല്ലാഹു പറഞ്ഞു, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇനി ആദം നബി നിങ്ങളെക്കാൾ ഉന്നതിയിലെത്തിയിരിക്കുന്നു, നിങ്ങളുടെ ഗുരുനാഥനായി മാറിയിരിക്കുന്നു, അതുകൊണ്ട് അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യൂ. മലക്കുകളോട് എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ഒരഹങ്കാരി ഒഴികെ, ഒരു ധിക്കാരി ഒഴികെ. ആ ധിക്കാരി തൻ്റെ ഗുരുനാഥന്റെ മുമ്പിൽ തലകുനിക്കാൻ തയ്യാറായില്ല. ലോകത്തിന് എന്നേക്കുമുള്ള ഒരു പാഠമായി അല്ലാഹു തആല അവനെ പുറത്താക്കി, ആ കൂട്ടത്തിന് പുറത്താക്കി. അങ്ങനെയാണ് അതിൻ്റെ ശിക്ഷ നടന്നത്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഗുരുത്വവും പൊരുത്തവും എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഗുരുത്വവും പൊരുത്തവും ഇല്ലാതെ അയാൾ എത്ര വലിയ ആളായിട്ടും കാര്യമില്ല. ആഖിബത്ത് വളരെ മോശമായിപ്പോയി. ആഖിബത്ത് ഇബ്നു സക്ക എന്ന് പറയുന്ന ഒരാളെ കഥ കേട്ട് നിങ്ങൾ, മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഇബ്നു സക്ക. ഭയങ്കര ബുദ്ധിയുള്ള, പഠിക്കാനൊക്കെ ഭയങ്കര മിടുക്കനായിരുന്നു. മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ സഹപാഠിയാണ്. ആ നാട്ടിലൊരു വലിയ മഹാൻ വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ പോകാമെന്ന് രണ്ടുപേരും കുട്ടികൾ തീരുമാനിച്ചു. ദർസ് പഠിക്കുന്ന 2 കുട്ടികൾ. മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിലെ നല്ല അദബും ഗുരുത്വമുള്ള കുട്ടിയായിരുന്നു. എല്ലാവരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു കുട്ടി, നല്ല സ്വഭാവമുള്ള കുട്ടി. മറ്റേയാൾ പഠിക്കാനൊക്കെ ഉഷാറായിരുന്നു. ഒരു ഇത്തിരി അഹങ്കാരം മനസ്സിലുണ്ട്. ഞാൻ ഭയങ്കര പഠിക്കുന്നവനാണെന്നുള്ള, ഞാൻ ഭയങ്കരനാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ ചിലക്കുണ്ടല്ലോ. അങ്ങനെ ഒന്നുമല്ല.
അങ്ങനെ തോന്നുകയാണ്, ഇബ്ലീസ് തോന്നിപ്പിക്കണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ മഹാനെ കാണാൻ പോയി. പോകുമ്പോൾ നമ്മൾ പോയിട്ട് എന്താ പറയാന്ന് വെച്ചു. രണ്ടാളും പോകുമ്പോൾ നമുക്കിപ്പോൾ അയാളെ ഓറെ കണ്ടാൽ നമുക്കിന്ന് പറയണ്ടേ. അപ്പം മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് പറയാനാ, അദ്ദേഹത്തെ ഒന്ന് കാണണം, എന്നിട്ട് അദ്ദേഹത്തിനോടൊന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറയണം, തലയിൽ കൈ വെച്ചൊന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി പറയണം. വലിയ മഹാനല്ലേ, ആരോ ആയിക്കോട്ടെ. അപ്പം മറ്റേയാൾ പറഞ്ഞു, അയാൾ മഹാനാണോ അല്ലേ എന്നെങ്ങനെയപ്പോൾ നമുക്ക് തിരിയാം, അതുകൊണ്ട് ഞാൻ അയാളൊന്ന് പരീക്ഷിക്കും, ഞാൻ ചില ചോദ്യങ്ങളൊക്കെ അയാളോട് ചോദിക്കും, അതിന് മറുപടിയൊക്കെ തന്നിനെങ്കിൽ മാത്രമേ ഞാൻ അയാളെ ബഹുമാനിക്കൂ. അഹങ്കാരം, അതാണ് അഹങ്കാരം എന്ന് പറഞ്ഞത്. രണ്ടുപേരും പോയി ആ സദസ്സിലേക്ക് കയറിയപ്പോൾ തന്നെ അബ്ദുൽ ഖാദർ എന്ന കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചു. മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേര് അബ്ദുൽ ഖാദർ എന്നല്ലേ? അബ്ദുൽ ഖാദർ എന്ന കുട്ടി വിളിച്ചു. നീ പൊരുത്തം വാങ്ങാൻ വേണ്ടി വന്നതല്ലേ, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കും, നീ വലിയ സ്ഥലത്തെത്തും. അങ്ങോട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, എന്തിനാ വന്ന അവർ പറഞ്ഞിട്ടൊന്നുമില്ല. തിരിച്ചങ്ങോട്ട് ചോദിച്ചു, നീ പൊരുത്തം വാങ്ങാനും ദുആ ചെയ്യിപ്പിക്കാനും വന്നതല്ലേ, ഇങ്ങോട്ട് വാ. തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചു. മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വേണ്ടി ദുആ ചെയ്തു. മറ്റേയാളോട് പറഞ്ഞു, നീ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതല്ലേ, അള്ളാഹു നിന്നെയും പരീക്ഷിക്കും, പോയിക്കോ. അവസാനം എന്താ ഉണ്ടായത്? മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വലിയ മഹാനായി മാറി, ലോകമറിയപ്പെട്ട ഷെയ്ഖായി മാറി, വലിയ ആലിമായി മാറി. അതാണ് തവാളു, താഴ്മ ചെയ്യാന്ന് പറയും, എല്ലാവർക്കും താഴ്മ ചെയ്യാം. മറ്റേയാൾ എന്താ ഉണ്ടായത്? മറ്റേയാൾ പഠിച്ച് വലിയ ആളായി, ആൾക്കാരെ കണ്ണിലൊക്കെ വലിയ ആളായി. പക്ഷെ അവസാനം ഒരു പെണ്ണിനെ പ്രേമിക്കുകയും ആ പെണ്ണിൻ്റെ മതത്തിലേക്ക് മതം മാറുകയും അവസാനം ആ പെണ്ണും ഇയാളെ ഉപേക്ഷിക്കുകയും അവസാനം ആരോരുമില്ലാതെ തെരുവിൽ കിടന്നു ഒരാളും നോക്കാനില്ലാതെ. മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ദിവസം നടന്നു പോകുമ്പോൾ അയാളിങ്ങനെ തെരുവിലിങ്ങനെ കിടക്കുകയാണ്, ഭ്രാന്തനെ പോലെ. മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പോയിട്ട് പറഞ്ഞു, ഇബ്നു സക്കാനോട്, എന്താ ഇതിൻ്റെ കാര്യം, എന്താ നിൻ്റെ അവസ്ഥ? വളരെ സങ്കടകരമാണ്, പരിശുദ്ധ ദീനിൽ നിന്ന് പുറത്തായി, എല്ലാം പോയി, അവസാനം മുസ്ലിമല്ലാതെ ചത്തുപോയി, ഈമാനില്ല. എന്താ കാരണം എന്നറിയോ? അദബുകേടാണ്, ബഹുമാനക്കേടാണ്. അതാരോടാണെങ്കിലും, മാതാപിതാക്കളോടാണെങ്കിലും. ഇപ്പോൾ നമ്മൾ ഇൽമു പഠിക്കുന്ന കുട്ടികളാണ്, അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പോയാൽ എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്, ഉമ്മ അപ്പാനോട് ഒരു ലഫ്ള് കൊണ്ട് പോലും കയർത്ത് സംസാരിച്ചു പോകരുത്. ഖുർആനിൽ അല്ലാഹു തആല എന്താ പറഞ്ഞത്? വലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്നൊരു വാക്ക് പോലും പറഞ്ഞു പോകരുത്. ഛേ ഉമ്മ എന്താ അങ്ങനെ ചെയ്തേ, ഛേ ഉപ്പ എന്തിനാ അങ്ങനെ അങ്ങനെ പോലും പറഞ്ഞു പോകരുത്. പിന്നല്ലേ ബാക്കിയുള്ള കാര്യം. പലതിനും വേണ്ടി ഷാഠ്യം പിടിക്കുന്നവരാ നമ്മൾ, വാശി പിടിക്കുന്ന ആളുകൾ. എനിക്ക് അതന്നെ പോകണം, ആ ഡ്രസ്സ് തന്നെ വേണം, അത്ര ഉറുപ്പ്യത് വേണം, ഇത്ര ഉറുപ്പ്യത് വേണം. അവർ സന്തോഷത്തോടെ എന്താണോ തരുന്നത് അത് സന്തോഷത്തോടെ സ്വീകരിക്കും, എന്ത് തന്നാലും സന്തോഷം. നല്ല കുട്ടികൾ അങ്ങനെയാണ്, നല്ല കൽബ് അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ നല്ല മക്കളാക്കി തെരുമാറാവട്ടെ. പിന്നെ പറയാം. ഏതായാലും ഇരിക്കട്ടെ, ദേഷ്യം പിടിക്കുക എന്നതൊരു വളരെ മോശമായ സംഗതിയാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? ഇനി നാലാമത്ത്, അപ്പം മൂന്നാമത്തെ എന്ത് പറഞ്ഞു? മുൻകൈയിൻ്റെ 4 അന്യരും വലിയവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. അന്യരും വലിയവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. അപ്പൊ ഇതിൽ 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, അന്യരാരാന്ന് പഠിക്കണം. അന്യരെന്ന് പറഞ്ഞാൽ ആരാണ്? വലിയവരാരാണ്? കണ്ടാൽ ആഗ്രഹിക്കുന്ന പ്രായം. ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയെ കണ്ടാൽ ആഗ്രഹിക്കുന്ന ഒരു പ്രായം, ഒരു 8 വയസ്സ് കഴിഞ്ഞത് 9 വയസ്സ്, ആ സമയം, ആ ഒരു പ്രായം മുതൽ അങ്ങോട്ട്, അതാണ് വലിയവരെന്ന് പറഞ്ഞൊരു മാനദണ്ഡം. ഏകദേശം പെൺകുട്ടികൾ. ആൺകുട്ടികൾ 15 വയസ്സ് പ്രായപൂർത്തിയാവുക, അതാണ് വലിയവരാവുക. അപ്പോൾ അങ്ങനെ വലിയവരായ അന്യരെന്ന് പറഞ്ഞാൽ ആരാന്നാണ് ഇനി പഠിക്കേണ്ടത്. നമുക്കെല്ലാവരും ആങ്ങളമാറാണ്. ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് തല്ലണം. ഉറങ്ങുന്നുണ്ടാ? ഇന്നെല്ലാവരും എഴുന്നേറ്റുന്ന ഒന്ന് വേഗം നിന്ന് ആ തൊണ്ടികളാരണീക്കും പോലെ. ജിലീസ്, ഇതെല്ലാം കണ്ട കും ജിലീസ്, ബാല്യക്കാലത്തല്ലേ കും ജിലീസ്.
കോം ദിലീസ് ഉറക്കം പോയാ? അപ്പോ അന്യര് എന്ന് പറഞ്ഞാൽ ആരാന്ന് പഠിക്കണം. നമുക്കെല്ലാവരും ആങ്ങളെയാണ്. ഇനി ആങ്ങളല്ലെങ്കിലോ ആങ്ങളനെ പോലെയാന്ന് പറയും. അവരല്ലേ നമ്മളെ ആങ്ങളനെ പോലെയാണ്. അങ്ങനെ പോലെന്ന് പറഞ്ഞിട്ട് ആങ്ങളുണ്ടാ? എല്ലാവരും ആങ്ങളിനെ പോലെയാണ്. ഞാനെപ്പം പറയലുണ്ട്, ദുനിയാവിലാകെ ഒറ്റ അന്യപുരുഷനായിരുന്നു. ആരാ? ഞാൻ. ഉസ്താനെ കാണുമ്പോൾ ഇങ്ങനെ ആക്കി പറയും. പുരക്ക് പോയാലോ ആര് വന്നാലും വേണ്ടില്ല, ആരെ മുമ്പിലായാലും വേണ്ടില്ല, ഒരു പ്രശ്നമില്ല, ഒരു നാണവുമില്ല, മാനവുമില്ല. അങ്ങനെ ആവേശം. സ്ത്രീ പെൺകുട്ടികൾക്ക് എപ്പോഴും ഒരു അടക്കുതുക്കും ഉണ്ടാവും. അത് നമ്മുടെ വീട്ടിലാണെങ്കിലും സ്വന്തക്കാരാണെങ്കിലും. ആരാണ് ഈ ആങ്ങളമാര് സ്വന്തക്കാരെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒന്നല്ല. അതിനൊക്കെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ അതിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം അത് ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ പറയുന്നില്ല. അന്യരാരാണ്, ആരെയൊക്കെ നമുക്ക് കാണാം, ആരെയൊക്കെ നമുക്ക് തൊടാം, തൊട്ടാൽ ഉളു മുറിയുന്ന ആളുകൾ ആരാണ്, മുറിയാത്ത ആളുകൾ ആരാണ്, വിവാഹം കഴിക്കാൻ പറ്റുന്നവരാരാണ്, പറ്റാത്തവരാരാണ്, അത് ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ ബന്ധുമിത്രാദികളെയും ഒക്കെ അല്ലാഹു അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.